തിരിച്ചറിഞ്ഞു. വിശദാംശങ്ങളുമായി ഷിബു ചേരുന്നു. ഷിബു, ദൃശ്യങ്ങളിൽ കാണാം കരടി ഓടുന്നതും മറ്റും. എങ്ങനെയാണ് ഇതിനെ പിടികൂടാനുള്ള ശ്രമം? സിജി, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുതിച്ചു പായുകയാണ് കരടി. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇന്നൊരു സ്ഥലത്ത് രാവിലെ കണ്ടിരുന്നു. അതിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉച്ചയോടുകൂടി കരടിയെ കണ്ടെത്തിയത്. അതായത് മാനന്തവാടിക്കും പടിഞ്ഞാറത്തറയ്ക്കും ഇടയ്ക്കുള്ള തരുവണക്കടുത്ത കരിങ്ങാരി എന്ന് പറയുന്ന കൊമ്മയാട് കരിങ്ങാരി എന്ന് പറഞ്ഞ പ്രദേശത്താണ് കരടിയെ ഉച്ച കഴിഞ്ഞ് കണ്ടെത്തിയത്. ഇവിടെ കൊമ്മയാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി താമസിക്കുന്ന അടുക്കളയിലടക്കം കരടി കയറിയിരുന്നു. ഇന്ന് കീച്ചങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രിയിൽ ഒരു വീട്ടിൽ കയറി, അടുക്കളയിൽ കയറി വെളിച്ചെണ്ണയുടെ പാക്കറ്റുകൾ കരടി മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും ഇത് തമ്മിൽ കിലോമീറ്ററുകളുടെ ദൂരം ആണ് ഉള്ളത്. ഇപ്പോൾ കരടിയെ കൃത്യമായി വനപാലകർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കരിങ്ങാരിക്കും കൊമ്മയാടിനും ഇടയ്ക്കുള്ള ഒരു വയൽ പ്രദേശത്താണ്. വയൽ പ്രദേശത്ത് നിന്നും കരടി പിന്നീട് ഒരു കുന്നിൻ മുകളിലേക്ക് കയറി. ഈ കുന്നിൻ മുകളിൽ നിന്നും പടക്കം പൊട്ടിച്ച് കരടിയെ താഴെ ഇറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താഴെ ഇറങ്ങിയ കരടിയെ പിന്നീട് കാണാതാവുകയാണ് ചെയ്തത്. ഇപ്പോൾ കരടിയെ കണ്ടെത്തിയാൽ ഉടൻ വെടിവെക്കാനുള്ള ഒരു സാഹചര്യമാണ് വനപാലകർ ഉള്ളത്. നോർത്ത് വയനാട് DFO മാർട്ടിൻ ഗ്ലോവലിന്റെയും സൗത്ത് വയനാട് DFO ഷജന കരീമിന്റെയും നേതൃത്വത്തിൽ RRT ടീം അംഗങ്ങളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാട്ടുകാരും വനപാലകർക്ക് സഹായവുമായി ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയാവുന്നതിന് മുമ്പേ കരടിയെ മയക്കുവെടി വെക്കാൻ സാധിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ കരടി തന്നെയാണ് മാനന്തവാടിയിലും മറ്റ് പ്രദേശങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇന്നലെ ഈ കരടി വനത്തിനുള്ളിലേക്ക് കയറിയെന്നായിരുന്നു ആദ്യം വനപാലകർ പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഇന്നലെ രാത്രിയും പല ജനവാസ കേന്ദ്രങ്ങളിലും കരടിയെ കണ്ടത്. ഇന്ന് കിലോമീറ്ററുകൾക്കകലെ മറ്റൊരു പ്രദേശത്ത്, അതായത് കൊമ്മയാട് പ്രദേശത്തും ഇന്ന് കരടിയെ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഏതായാലും വലിയ ഒരു പ്രതിസന്ധിയിലൂടെ വനപാലകരും നാട്ടുകാരും എല്ലാം കടന്നു പോകുന്നത്. കാരണം കടുവയുടെ ഒരു സാന്നിധ്യം ഇന്നും ഉണ്ടായിട്ടുണ്ട് വയനാട്ടിൽ. ചെതലയത്ത് കടുവ പശുവിനെ ആക്രമിച്ചു. മേപ്പാടിക്കടുത്ത് മറ്റൊരിടത്തും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഈ വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് കരടിയുടെ കൂടി ശല്യം ഇപ്പോൾ നാട്ടുകാർക്ക് വലിയ ഭീഷണിയായിട്ടുള്ളത്. ഇതുവരെയും കരടി മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ഒരുക്കങ്ങളാണ് തകൃതിയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിജി, ശരി ഷിബു, കരടിയെ മയക്കുവെടി വയ്ക്കാൻ ശ്രമം നടക്കുന്നു. വയനാട്ടിൽ ജനവാസ മേഖലയിലാണ് കരടിയുടെ സാന്നിധ്യം.